വെള്ളിയാഴ്ച ദിവസത്തിൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സുന്നത്തുകൾ നിർവഹിക്കാനുണ്ട്. വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ സുന്നത്താണ്. വെള്ളിയാഴ്ച പകല് സുബഹിക്ക് ശേഷം ഓതുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഫജ്ർ വരെ ഓതാനുള്ള സമയവും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവെ ഖുർആനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയിൽ നിർവഹിക്കുന്ന ഖുർആൻ പാരായണം, സ്വലാത്ത്, സ്വദഖ, മറ്റ് ദിക്റുകൾ എല്ലാം മറ്റ് ദിവസങ്ങളെക്കാൾ വളരെ കൂടുതൽ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് ഖൈറായ പ്രവർത്തനങ്ങൾ എത്ര വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് വെള്ളിയാഴ്ചയിൽ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ പകൽ സമയത്ത്, വെള്ളിയാഴ്ചയുടെ പകൽ ദിവസങ്ങളുടെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് അമലുകൾക്ക് പ്രതിഫലം വർദ്ധിക്കുന്നതാണ്. വിശുദ്ധമായ ഹറമിൽ വെച്ചുള്ള 2 റക്അത്തിന് 10,000 കോടി നിസ്കാരത്തിന്റെ പ്രതിഫലമാണുള്ളത് എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫത്വയിൽ രേഖപ്പെടുത്തിയത് കാണാം. 1 ലക്ഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് മദീനത്തെ പള്ളിയിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. മദീനത്തെ പള്ളിയിലേക്ക് ചേർത്ത് നോക്കിയാൽ ഹറമിന്റെ കൂലി 2 റക്അത്തിന് 1 ലക്ഷം റക്അത്തിന്റെ കൂലി. പക്ഷെ നമ്മുടെ ഈ പള്ളി അല്ലെങ്കിൽ മസ്ജിദ് മദീനയോ ബൈത്തുൽ മുഖദ്ദസും ഒഴിച്ചുള്ള മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് മസ്ജിദുൽ ഹറമിൽ വെച്ച് നിർവഹിക്കുന്ന 2 റക്അത്ത് നിസ്കാരത്തിന് 10,000 കോടി നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അവസാനത്തെ വാക്കായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുക. അപ്പൊ അത് സ്ഥലത്തിന് കിട്ടിയ ബഹുമതിയാണ്. ഇതുപോലെ മാസത്തിന് കിട്ടുന്ന ബഹുമതിയാണ് റമദാനിന്റെ ബഹുമതി. എന്നാൽ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ചയിൽ നിർവഹിക്കുന്ന അമലുകൾക്ക് മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കൂലിയും പ്രതിഫലവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് നിങ്ങളുടെ ദുആ അത് ഇജാബത്തിന്റെ സമയമാണ്. ദുനിയവിയും ഉഖ്റവിയുമായി എന്തൊരു കാര്യം അല്ലാഹുവിനോട് ഒരു അടിമ ചോദിച്ചാൽ ആ സമയവുമായി ഒത്തുവന്നാൽ തീർച്ചയായും അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന സമയം ഖതീബ് മിമ്പറയിൽ ഒരു ഖുതുബ ഓതിയിട്ട് ഇരിക്കുന്ന ആ സമയം മുതൽ കാണുന്ന മഹാന്മാരായ ഫഖഹാ രേഖപ്പെടുത്തുന്നു. എപ്പോഴാണ് എന്ന് പറയാൻ കൃത്യമായി നമുക്കത് വിവരിച്ചു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ റമദാനിന്റെ അവസാനത്തെ 10-ലാണ് എന്ന് പറയുന്നു, പറ്റയിട്ട രാവിലാണെന്ന് പറയുന്നു. പക്ഷെ ഏത് ദിവസത്തിലാണ് എന്ന് കൃത്യമായി നമുക്ക് വിവരം നൽകിയിട്ടില്ല. അതിനു വേണ്ടിയാണ് എല്ലാ ദിവസവും ജനങ്ങൾ ആരാധന കൊണ്ട് കർമ്മനിരതരാകുന്നതിന് വേണ്ടിയാണ്. എന്നതുപോലെ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ഇജാബത്തിന്റെ സമയം. ആ സമയത്ത് ഒരാളുടെ ദുആ ഒത്തുവന്നാൽ അവന്റെ ദുആ സ്വീകരിക്കപ്പെടും, സുനിശ്ചിതമാണ്, ഒരു സംശയവും വേണ്ട. അത് വെള്ളിയാഴ്ച അസർ വരെ നീണ്ടു നിൽക്കുമെന്ന് ചില ആളുകൾ പറയുന്നു. ഏതായിരുന്നാലും വെള്ളിയാഴ്ചയിൽ കൂടുതൽ പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക,
ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. സൂറത്തുൽ കഹ്ഫ് വളരെ കൂടുതൽ പാരായണം ചെയ്യുക. ഒരു 3 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ചയിലെ ഒരു വലിയ ഇബാദത്താണ് നാം നിർവഹിച്ചത്. അതുപോലെ സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. ജുമാക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സുബഹിക്ക് ശേഷം ജുമാക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. കുളിക്കാൻ കഴിയാത്ത ആളുകൾ തയമ്മം ചെയ്യൽ സുന്നത്താണ്. ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെ കുളിക്കൽ സുന്നത്താണെന്ന് ഫഖഹ് പറയുന്നു. അതാ ജനാബത്തുകാരന്റെ കുളിയുടെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തണം. കാരണം കുളിയെ സംബന്ധിച്ചിടത്തോളം 2 ഫർളുകളാണുള്ളത്. ഒന്ന് ഫർളായ കുളിയാണെങ്കിൽ നിയത്ത് ചെയ്യാം, പല്ലിയാശിറ്റ് ഉയർത്തുന്നു. പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കുക. ഇതുപോലെ ജുമാക്ക് കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി കുളിക്കുന്നു, നിയത്ത് ചെയ്യാം. പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കുക. ഫഖഹ് പറയുകയാണ്, ജനാബത്തുകാരന്റെ കുളി പോലത്തെ കുളി കുളിക്കണം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയിൽ ഭാര്യയുമായി സംസർഗം ചെയ്യൽ സുന്നത്താണ്. അതുപോലെ വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച പകൽ. അപ്പോൾ ആ കുളി യാഥാർത്ഥ്യമാവുകയാണ്. ജനാബത്തുകാരന്റെ കുളി പോലത്തെ കുളി എന്ന് പറയുന്ന ആ കുളി അവിടെ യാഥാർത്ഥ്യമാവുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ഭാര്യയുമായി സംസർഗം ചെയ്യൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഫഖഹ് പറയുന്നു. ആ കുളിയെ ജുമായോട് അടുപ്പിക്കുക. ജുമാക്ക് പോകുന്നത് ഒരു 11 മണിക്കാണെങ്കിൽ ഒരു 10:40, 50 കുളിക്കാം. രാവിലെ കുളിച്ചിട്ട് 12 മണിക്കാണ് ജുമാക്ക് പോകണമെങ്കിൽ ആ കുളി കൊണ്ട് എന്താ നേട്ടം? ശരീരം മൊത്തം വേർത്ത് വാസനിച്ചിട്ട് പിന്നെ ജുമാക്ക് പോയിട്ട് വലിയ കാര്യമുണ്ട്. അപ്പൊ പോകുന്ന ആ സമയത്തോട് ആ കുളിയെ അടുപ്പിക്കണം. എന്നാൽ കുളിച്ച ഉടനെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. വെള്ളിയാഴ്ചത്തെ കുളി ജുമാക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമേ സുന്നത്തുള്ളൂ, പോകാത്ത ആളുകൾക്ക് സുന്നത്തില്ല. അതുപോലെ വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായ ഒരു സുന്നത്താണ് അൽ ബുഖൂറു മിൻ തുലൂഇൽ ഫജ്രി. ഫജ്റിന് ശേഷം രാവിലെ തന്നെ ജുമാക്ക് പോവുക, അത് സുന്നത്താണ്. ഖതീബ് സമയത്ത് മാത്രമേ ജുമാക്ക് പോകാവൂ. മുപ്പര് മറ്റുള്ള ജനങ്ങളെ പോലെ രാവിലെ തന്നെ പോയി പള്ളിയിലിരുന്ന് ക്ഷീണിച്ച് കുറെ ഓട്ടുവായൊക്കെ ഇട്ട് പിന്നെ അവിടെ കുറച്ചേരം ഇറങ്ങി അങ്ങനെയൊക്കെ ആയ പിന്നെ ആ സ്റ്റാൻഡേർഡൊന്ന് പോകില്ലേ. അപ്പൊ ഖതീബ് അണിഞ്ഞു ഒരുങ്ങി നല്ല കോട്ടൊക്കെ ഇട്ട് ആ സമയത്ത് ഇങ്ങോട്ട് വരണം. തഹിയ്യത്ത് പോലും മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. തഹിയ്യത്ത് നിസ്കരിക്കൽ ഖതീബിന് കറാഹത്താണ്. അപ്പൊ പള്ളിയിൽ ആ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇടപെടുക. അതിന്റെ മുമ്പ് ഖതീബ് പള്ളിയിൽ വരരുത്. അത് ബാക്കിയുള്ളവർക്കുള്ള സുന്നത്താണ്. അതുപോലെ മൂത്രവർഷക്കാരനായ ആളാണ്. മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അയാൾ ഭദ്രമായി വെച്ച് കെട്ടിയിട്ടുണ്ട്, പുറത്തൊന്നും ആവൂല. അതിനുള്ള കവചങ്ങളൊക്കെ അയാൾ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനത്തെ ആളുകൾക്ക് ജുമാക്കൊക്കെ വരാം, ജമാഅത്തിന് വരാം. പള്ളിയിൽ പുരടുന്ന അവസ്ഥ ഉണ്ടാകരുത്, അപ്പോൾ വരാൻ പാടില്ല, ഹറാമാണ്. ഏതായിരുന്നാലും ഇങ്ങനെ അശുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആള്, ഒരാൾക്ക് കീഴുവായി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, അയാൾക്കുമാണല്ലോ നിസ്കരിക്കുക. കീഴുവായി പോകാത്ത ഒരൊറ്റ സമയം അയാളുടെ ജീവിതത്തിലില്ല, അയാൾക്ക് ഒന്നും നിൽക്കൂല. അതേസമയം നിൽക്കുന്ന ഒരു സാഹചര്യം അയാൾക്ക് 10 മിനിറ്റ് അയാൾക്ക് കിട്ടും. ഭക്ഷണം കഴിച്ച ഉടനെ 10 മിനിറ്റ് അയാൾക്ക് കിട്ടും. എന്നാൽ അയാൾ ആ 10 മിനിറ്റ് തന്നെ നോക്കി നിസ്കരിക്കണം. അയാൾക്ക് അങ്ങനെ ഒരു സംഭവമല്ല, അയാൾ പിടിച്ചു കിട്ടൂല. ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അയാള് സമയമായതിനു ശേഷം മാത്രം വുളു ഉണ്ടാക്കുക. അതുപോലെ നിസ്കാരം തുടങ്ങാൻ സമയമാകുന്ന സമയത്ത് മാത്രം പള്ളിയിൽ വരിക.
ഒരു രാവിലെ തന്നെ പൊതുണ്ടാക്കി വന്നിരുന്നാൽ എന്താവും അവസ്ഥ? അയാളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയെ നിയന്ത്രിക്കാൻ യാതൊരു വകുപ്പുമില്ല. മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ കീഴുവായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു രോഗമാണ്. അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ പോയി വിചാരിക്കുക മൂത്രമൊഴിക്കണം, അപ്പം മൂത്രമൊഴിക്കുന്നു, നമ്മൾ വിചാരിക്കപ്പോൾ വേണ്ട അപ്പം അങ്ങ് നിൽക്കുന്നു. ആലോചിച്ച് ഇതിന് ടോപ്പൊന്നുമില്ലല്ലോ. മനസ്സിന്റെ നിയന്ത്രണമാണല്ലോ ഇതെല്ലാം. ഈ ബ്രേക്ക് അങ്ങ് പോയാൽ എന്താ ചെയ്യുക? എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഇതുപോലെ പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നു, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉണരുന്നു, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കുന്നു, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു. അത് നമ്മുടെ ഫിസിക്കലി ഏബിൾ ആയതുകൊണ്ടാണ്. ഇതെവിടെങ്കിലും ഒന്ന് ഡിസോർഡർ ആയാൽ കാര്യം കൈവിട്ടു. അപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതുപോലെ അശുദ്ധിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ അവർ ആ സമയത്ത് വന്നാൽ മതി. ഖത്തീബിനെ പോലെ നേരത്തെ പള്ളിയിൽ വന്ന് അവരുടെ അശുദ്ധി വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരവസ്ഥ, കൂടുതൽ അശുദ്ധിയോടുകൂടെ നിസ്കരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത്തരം ആളുകളല്ലാത്തവരെല്ലാം നേരത്തെ തന്നെ ജുമുഅക്ക് വരണം. തജമ്മുലു ബിഖസ്ദി ശാരിബിൻ വഇസാലത്തി ദുഫ്രിൻ വശഅരിബത്തിൻ വആന. വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന ആളുകൾ താടിയും മീശയും ഒക്കെ ഒന്ന് ലെവല് കറക്റ്റാക്കിയിട്ട് റെഡിയാക്കി പോകണം. മീശയൊക്കെ വെട്ടുക, താടിയൊക്കെ ഒപ്പിക്കുക, കക്ഷമൊക്കെ വടിക്കുക, മുഖ്യരോമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. 40 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ദുഃഖരോമം നീക്കം ചെയ്യണമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അത് കൂടുതലുണ്ടായാൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുകയില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഒരു സമയം പറയാൻ കഴിയില്ല. അപ്പോൾ ഓരോരുത്തരുടെ ശാരീരിക ഘടനക്കനുസരിച്ച് മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് കൂടുതലായി എന്ന് തോന്നുന്ന സമയത്ത് അതെല്ലാം നീക്കം ചെയ്യണം. അതുപോലെ നഖങ്ങൾ വെട്ടണം. ഇതെല്ലാം സുന്നത്താണ്. ദുർഗന്ധമായിട്ടുള്ള വസ്തുക്കൾ എന്തെങ്കിലും അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണം. നല്ല മുന്തിയ വസ്ത്രം ധരിക്കണം, വെള്ള വസ്ത്രം ധരിക്കണം. അത് സുന്നത്താണ്. വെള്ള വസ്ത്രം ധരിക്കുക, ആണായാലും പെണ്ണായാലും വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. പെണ്ണായാലും എന്ന് പറഞ്ഞാൽ ജുമാക്ക് വേണ്ടിയല്ല പറഞ്ഞു, പൊതുവെ വെള്ള വസ്ത്രം ധരിക്കലാണ് സുന്നത്ത്. ആണായാലും സുന്നത്ത്, പെണ്ണായാലും സുന്നത്ത്. പെണ്ണുങ്ങൾ പിന്നെ എപ്പോഴും പറയാനുള്ളത് കറുപ്പുമാണ്. ഓരോ സൗകര്യത്തിന് വേണ്ടി ആയിരിക്കും അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത്. നിസ്കരിക്കുമ്പോൾ ഇടുന്ന വെള്ള സ്ത്രീകൾക്ക് ഇടാൻ പറ്റുമോ? നമുക്ക് നല്ല സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റും. 4 കുട്ടികളുള്ള ഈ പെണ്ണ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പൊ അവർ കറുപ്പ് വസ്ത്രവും അതുപോലെ മറ്റ് കളർ വസ്ത്രങ്ങളൊക്കെ ആകുമ്പോൾ പരമാവധി ഈ അഴുക്കുകളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അതിൽ അഴുക്കുണ്ടാവും, പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അത് കാണൂല. മയ്യത്തിനെ കഫൻ ചെയ്യുന്നത് വെള്ള വസ്ത്രത്തിലാണ് എന്നതുപോലെ തന്നെ വെള്ള വസ്ത്രം ധരിക്കുക. വെള്ളിയാഴ്ച വെള്ള വസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. നല്ല മുന്തിയ വസ്ത്രം ധരിക്കുക, തലപ്പാവ് ധരിക്കുക. തലപ്പാവ് ധരിക്കുക എന്നത് പ്രത്യേകം സുന്നത്താണ്. അല്ലെങ്കിൽ ഒരു തൊപ്പിയെങ്കിലും ഇടണം. തലപ്പാവ് ധരിച്ചുകൊണ്ടുള്ള നിസ്കാരക്കാർക്ക് മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരല്ലാത്ത ആളുകൾ അത്തർ പൂശൽ സുന്നത്താണ്. നോമ്പുകാരന് അത്തർ പൂശാൻ പാടില്ല. മുഹരിമായ ആള് അത്തർ പൂശാൻ പാടില്ല. ഹജ്ജിന് ഇഹ്റാം കിട്ടിയ ആള് അല്ലാത്ത ആളുകളെല്ലാം ജുമുഅക്ക് വരുമ്പോൾ നല്ല സുഗന്ധം പൂശുക. മിസ്ക്, കസ്തൂരി ആയാൽ വളരെ നല്ലത്. ഏതാ കസ്തൂരി? മാൻപേട ഉണ്ടല്ലോ, മാൻപേട. അതിന്റെ ശരീരം ഇങ്ങനെ ചൊറിയുമ്പോ, അതിനിപ്പോ നമ്മളെ പോലെ ഇങ്ങനെ മാന്താൻ കഴിയൊന്നുമില്ലല്ലോ, അത് നമുക്കല്ലേ ഉള്ളൂ. ഈ ആടുകൾ കണ്ടില്ലേ, ശരീരം ഇങ്ങനെ ചൊറിയുമ്പോ അതിന്മ കൂടെ ഇങ്ങനെ
അല്ലേ, പൊട്ടിച്ചു പോണം. ഇതുപോലെ ശരീരം ചൊറിയുമ്പോൾ മാൻപേട നല്ല ഒരയുള്ള മരത്തിലും പാറയിലും മതിലിലും ഒക്കെ അതിൻ്റെ ശരീരം ഇങ്ങനെ വരുന്നു. അപ്പൊ ചില ഭാഗങ്ങളിൽ മുറിവ് സംഭവിക്കും. അപ്പൊ അവിടെ രക്തം പുറത്തേക്ക് വന്ന് കട്ട പിടിക്കും. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും ചെറിയുമ്പോൾ ഈ കട്ട പിടിച്ച സാധനം മാസങ്ങൾക്ക് ശേഷം ചാടും. ഇതാണ് കസ്തൂരി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ രക്തത്തിന്റെ ആ ഹുക്കുമിൽ നിന്ന്, രക്തം നജസാണല്ലോ, അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വസ്തുവാണ് മിസ്ക്. രക്തം നജസാണ്. ആ നജസ് എന്ന ഹുക്കുമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സാധനമാണ് ഈ കസ്തൂരി. അതും രക്താണല്ലോ. അത് സുഗന്ധമായി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ കസ്തൂരി ആയാൽ ഇവിടെ ഇന്ന് കസ്തൂരി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന കുറെ സാധനങ്ങളുണ്ട്. അതും കസ്തൂരിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് വേറൊരു കാര്യം. ഗജാന്തരം വ്യത്യാസം എന്ന് പറഞ്ഞില്ലേ. അജെന്ന് പറഞ്ഞാൽ എന്താണ്? ആട്. ഗജെന്ന് പറഞ്ഞാലോ ആന. അജമാംസര ലേഹം കേട്ടില്ല നിങ്ങൾ? ആട്ടിലേഹത്തിന് അത് പറയാം. അപ്പൊ ഇതും ഈ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? അതുപോലെയാണ് ഇന്നത്തെ കസ്തൂരി അത്തർ, യഥാർത്ഥ കസ്തൂരി. ഏതായിരുന്നാലും ജുമാക്ക് പോകുന്ന ആളുകൾ അത്തർ പൂശൽ സുന്നത്താണ്. പോകുമ്പോൾ അല്പം വിശാലമായ സുദീർഘമായ വഴിയിലൂടെ പോവുക, അത് പ്രത്യേകം സുന്നത്ത. കാരണം ഈ പോക്കിനനുസരിച്ച് അവന്റെ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കുകയും ദർജകൾ ഇങ്ങനെ വർദ്ധിക്കുകയും ചെയ്യും. നിസ്കാരത്തിലേക്കുള്ള, ജുമായിലേക്കുള്ള, ജമാഅത്തിലേക്കുള്ള അവന്റെ നടത്തം സ്വർഗത്തിലേക്കുള്ള നടത്തമാണ്. അതുകൊണ്ട് ജുമാക്ക് പോകുന്ന ആളുകൾ ചുറ്റിയ വഴിയുണ്ട്, നൈല വരണം. കഴിഞ്ഞു പോകുമ്പോൾ ബൈപ്പാസിന് അങ്ങോട്ട് പോകണം, ഷോർട്ട് വഴി പോകണം. പോകുന്ന വഴി ഒന്ന്, തിരിച്ചു വരുന്ന വഴി മറ്റൊന്ന്. അങ്ങനെ അത് സുന്നത്താണ്. ജുമാക്ക് ഇങ്ങനെ വരുമ്പോൾ പോകുമ്പോൾ ഇങ്ങോട്ട് പോകണം. അപ്പൊ ഇങ്ങനെയുള്ള വഴികളും സാക്ഷിയായി, ഇങ്ങനെയുള്ള വഴിയും സാക്ഷിയായി. അതുപോലെ തർക്കുറുകൂബി ബിലാഉദിൻ, ഒരു കാരണവുമില്ലാതെ വാഹനം ഉപയോഗിക്കുക, അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണമില്ലാത്ത ആളുകളെല്ലാം വാഹനം ഉപേക്ഷിക്കണം. നടന്നു പോകാൻ പറ്റുന്ന ആളുകൾ നടന്നു തന്നെ പോകണം എന്നർത്ഥം. വൽ മശ്യു ഇലൈഹാ ബിസക്കീന, ജുമയിലേക്ക് നടന്നു പോകുമ്പോൾ അടക്കത്തോടെ, ഒതുക്കത്തോടെ, ഞാൻ ജുമയ്ക്കാണ് പോകുന്നത് എന്ന ആ ഒരു ഭവ്യതയോടുകൂടെ പോവുക. ഖുതുബയെ ശ്രദ്ധിച്ചു കേൾക്കുക. ഖുതുബ കേൾക്കുന്നില്ലെങ്കിൽ പതുക്കെ ഖുർആൻ ഓതുകയോ സ്വലാത്ത് ചൊല്ലുകയോ അല്ലെങ്കിൽ ദിക്ർ നിർവഹിക്കുകയോ ചെയ്യാം. ഖുതുബ കേൾക്കുന്നില്ല, മേലെയൊക്കെ വോയിസ് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? അല്ലെങ്കിൽ പള്ളിയിൽ കറണ്ട് പോയി, ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ മൊബൈൽ എടുത്ത് വെച്ച് ഖുർആൻ ഓതുക പതുക്കെ, അല്ലെങ്കിൽ സ്വലാത്ത് ഇല്ല, ദിക്ർ ഇല്ല. ഖുതുബ നിർവഹിക്കുമ്പോൾ ഖുതുബ തന്നെ കേൾക്കുക. അന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ഖുതുബ കേൾക്കുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശാലമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഖതീബ് ഖുതുബ ഓതുന്ന സമയത്ത് ചില ദിക്റുകൾ പരാമർശിക്കും, അത് നമ്മൾ ചെല്ലണം. നബി തങ്ങളുടെ പേര് പരാമർശിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സഹാബത്തിന്റെയും ഖുലഫാഉ റാഷിദീങ്ങളുടെയും മറ്റുള്ള മഹാന്മാരുടെയും ഒക്കെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ തർബീയത്ത് ചെല്ലണം. ഇതെല്ലാം സുന്നത്താണ്. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. ജുമാന്റെ രണ്ടാമത്തെ ബാങ്ക് വിളിച്ചാൽ കച്ചവടം ചെയ്യൽ ഹറാമാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ബാങ്ക് വിളിച്ചിട്ട് കച്ചവടം ചെയ്യൽ കറാഹത്താണ്. ഒന്നാമത്തെ ബാങ്ക് ഉണ്ടല്ലോ, മൈക്കിൽ വിളിക്കണം ഒന്നാമത്തെ ബാങ്ക്. രണ്ടാമത്തെ ബാങ്ക് നമ്മൾ സെറ്റിൽ വിളിക്കുക, ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ ഒന്നാമത്തെ ബാങ്ക് അത് കേട്ടാൽ പിന്നെ കച്ചവടം ചെയ്യൽ കറാഹത്താണ്.
മിമ്പറയിൽ ഖത്തീബ് കയറിയതിന് ശേഷമുള്ള ബാങ്കിന് ശേഷം കച്ചവടം ചെയ്യൽ ഹറാമാണ്. അങ്ങനെ ജുമാന്റെ സമയമായി, പിന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ജുമാക്ക് വേണ്ടി 2 ബാങ്ക് വിളിക്കുക, അത് സുന്നത്താണ്. ജുമായുടെ ദിവസത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് 2 ബാങ്ക് വിളിക്കുക. അതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക. ജുമയല്ല, ഒരുപാട് ആളുകൾ വരുമല്ലോ. അങ്ങനെ ഓരോരുത്തരും പഠിച്ചതനുസരിച്ച് ഇങ്ങനെ ഉറപ്പാകാൻ തുടങ്ങിയാൽ പിന്നെ നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടിസ്ഥാനപരമായി പള്ളിയെ നിർമ്മാണം നടത്തപ്പെട്ടത് നിസ്കാരക്കാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ക്ലാസ്സോ പരിപാടിയോ ഒന്നും അവിടെ പാടില്ല. അടിസ്ഥാനപരമായി നിസ്കാരക്കാർക്ക് വേണ്ടിയാണ് പള്ളിയെ നാം നിർമ്മാണം നടത്തപ്പെട്ടത്. അപ്പോൾ നിസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഒരു പരിപാടിയും പള്ളിയിൽ നടത്തരുത്. അതുകൊണ്ട് നമ്മൾ വന്നിട്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അവിടെ തൊട്ടടുത്ത് നിസ്കരിക്കുന്ന ആളുണ്ട്, അയാൾക്ക് ഇങ്ങനെ വസ്വാസാവുകയാണ്, തശ്വീഷാവുകയാണ്. എങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾ വളരെ പതുക്കെ ഓതുക, അത് സുന്നത്താണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് കാര്യങ്ങൾ നീങ്ങും. അതാത് നടക്കുന്ന സമയത്ത് അതാത് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ദുആ നടക്കേണ്ട സമയത്ത് ദുആ ഉണ്ട് എന്നറിയാം. ഒരു ക്ലാസ് പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ ആ സമയത്ത് ക്ലാസ് ഉണ്ട് എന്നറിയാം. അവരറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ട്. ആ നാട്ടിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു വശമുണ്ട്. ഈ രൂപത്തിലൊക്കെ ഒരു മസ്ലഹത്ത് പോലെ ആ കാര്യങ്ങൾ അങ്ങ് നീങ്ങും. ഏതായിരുന്നാലും ജുമാക്ക് വരുന്ന ആളുകൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ ചാടിക്കടക്കാൻ പാടില്ല സഫുകൾ. എന്നാൽ മുമ്പിലുള്ള ആളുകൾ ഇരിക്കുമ്പോൾ തന്നെ മുമ്പത്തെ വിടവുകളൊക്കെ നികത്തിയിരിക്കുകയും വേണം. മുമ്പത്തെ സഫുകളൊക്കെ കാലിയാണ്, എന്നിട്ട് ബാക്കിൽ തന്നെ സഫ് വെട്ടിയാണ് ഇരിക്കുക ആൾക്കാർ. വരുന്ന ആൾക്കാരെന്താ ചെയ്യാം? ഇവരെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ ചാടിക്കടന്നു പോകല്ലാതെ നിർവാഹമല്ല. അങ്ങനത്തെ ഘട്ടത്തിൽ ഇത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ വരുന്ന ആളുകൾ തന്നെ പരമാവധി സഫുകൾ ഇങ്ങനെ നികത്തി 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 വിടവ് നികത്തിയിരിക്കുകയാണ് വേണ്ടത്. ജുമാക്ക് വന്നിരുന്ന ആളെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ആ സ്ഥലത്ത് നിന്ന് എണീപ്പിക്കുക. ഒരാൾ പള്ളിയിൽ നേരത്തെ തന്നെ വന്നാണ്, മറ്റൊരാൾ പിന്നെ എന്നെ ഉസ്താദ് വിളിക്കുന്നുണ്ട്, ഇവർ എണീറ്റിട്ട് അവിടെ തന്നെ പോയിരിക്കുക. അത് ചെയ്യരുത്, അത് ഹറാമാണ്. ഒരാൾ സ്ഥാനം പിടിച്ചിട്ട് ആ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ നമ്മൾ ഇരിക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ ഇതുപോലെ സ്ഥലം പിടിച്ചിടുക, അതും ചെയ്യരുത്. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തുപ്പാൻ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സജ്ജാത അവിടെ വെച്ചു. അത് കുഴപ്പമില്ല, രാവിലെ തന്നെ ഒരു മുസല്ലം കൊടുത്തിട്ടുണ്ട്, മുമ്പിൽ പോവാം, 12:30 മണിക്ക് മുമ്പിൽ വരുള്ളൂ. അങ്ങനെ സ്ഥലം മുടക്കിയിടരുത്. പള്ളി എന്ന് പറഞ്ഞത് ആരുടെയും കുത്തകയല്ലല്ലോ. അള്ളാഹുവിനെ വഖഫ് ചെയ്താൽ പിന്നെ ആ പള്ളി നമുക്ക് ആർക്കും ഒരു പ്രത്യേകതയുമില്ല. ഞാനൊരു പള്ളിയായി എൻ്റെ ഒരു സ്ഥലം വഖഫ് ചെയ്താൽ പിന്നെ ആ സ്ഥലവും ആ നാട്ടിലുള്ള ആളുകളും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അത്ര ബന്ധം എനിക്കുള്ളൂ. അത് ഞാൻ വഖഫ് ചെയ്തതല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഖഫ് ചെയ്തതോടുകൂടെ അത് അള്ളാഹുവിൻ്റെതായി മാറി. പിന്നെ നമ്മളായി തന്നെ പറഞ്ഞു അത് വഖഫ് ചെയ്തു എങ്കിൽ അതിന്റെ നടത്തിപ്പ് ഞാനായിരിക്കും എന്ന് വഖഫാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനം വരെ അയാളുടെ കുടുംബം അതിന്റെ വഖഫിന് നാദിർ. അതൊന്നും പറയാത്ത കണ്ടീഷനിൽ ഇത് അള്ളാഹുവിനോട് വഖഫാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ആ സ്ഥലവും തമ്മിലുള്ള ബന്ധം ആ നാട്ടുകാരും ആ സ്ഥലവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഒരു സംഗതി എങ്ങനെയാണോ വഖഫാക്കുന്നത് അതുപോലെ അത് സഞ്ചരിക്കും എന്നർത്ഥം. ഒരു സ്ഥലം വഖഫാക്കി, ഉദാഹരണത്തിന് ഒരു തോട്ടം, ഈ തോട്ടം ഞാൻ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിന് കഴിയാൻ ആവശ്യമായ ഫണ്ട് കഴിച്ചു ബാക്കിയുള്ളതാണ് വഖഫ്. അങ്ങനെയാണ് വഖഫ്. അത് അവസാനം വരെ അങ്ങനെയാണ്.
അല്ലെങ്കിൽ ഈ തോട്ടത്തിന്റെ നടത്തിപ്പുകാരനായി ഞാനും എൻ്റെ കുടുംബത്തിന് അനന്തരാവകാശിയോ ഉണ്ടാവുമെന്ന് എനിക്ക് വഖഫാക്കി. അതങ്ങനെയാണ് വഖഫ്. കാലാകാലം ആ കുടുംബത്തിന് അങ്ങനെ ഉണ്ടാവും. പച്ചരികളാണ്. നഖം വെട്ടുന്ന സമയത്ത് അതിന്റെ സുന്നത്ത് നമുക്കറിയാം. വലത്തെ കൈ കൊണ്ട് തുടങ്ങണം, ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങി ചൂണ്ടുവിരൽ, നടുവിരൽ ഇങ്ങനെ പോകും. പിന്നെ ഇതാണ്, പിന്നെ ഇടത്തെ കൈ മുതൽ ഇങ്ങനെ പോകും. അതാണ് അതിന്റെ സുന്നത്ത്. നഖം വെട്ടുമ്പോൾ എങ്ങനെ വെട്ടിയാലും വെട്ട് വരും, അത് വേറെ കാര്യം. പക്ഷെ സുന്നത്തനുസരിച്ചുള്ള വെട്ട് ഈ ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ പോകണം, ചെരിവിരൽ വരെ, പിന്നെ തള്ളവിരൽ, പിന്നെ ചെരിവിരൽ മുതൽ തള്ളവിരൽ വരെ. കൈയിന്റെ സുന്നത്ത് ഇങ്ങനെയാണ്. കാല് വെട്ടുമ്പോൾ വലത്തെ കാലിന്റെ ചെരിവിരലിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരെ. വലത്തെ ചെരിവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇടത്തെ കാലിന്റെ ചെരിവിരൽ വരെ വെട്ടുക. അതിൽ ഏതെങ്കിലും ഒന്ന് വെട്ടി ബാക്കിയുള്ളത് വെട്ടിയില്ല, അത് കറാഹത്താണ്. വെട്ടുമ്പോ എല്ലാം വെട്ടുക. അതുപോലെ വെട്ടിയ നഖങ്ങൾ അത് നമ്മൾ മറവ് ചെയ്യണം. ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ മുടികൾ, അവ്രത്തായ ഭാഗങ്ങളിലുള്ള മുടിയാണെങ്കിൽ അത് കാണൽ ഹറാമാണ്. അതുകൊണ്ട് വേറെ ആൾക്ക് കാണുന്ന വിധത്തിൽ അതിനെ പരസ്യപ്പെടുത്താൻ പാടില്ല. സ്ത്രീകൾ മൊത്തം അവ്രത്താണല്ലോ, അതുകൊണ്ട് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന മുടി, അത് ഏത് മുടിയായാലും ശരി, അതിനെ മറവ് ചെയ്യണം. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ നഖങ്ങൾ അത് പ്രത്യേകം മറവ് ചെയ്യൽ സുന്നത്താണ്. കാരണം അതിന് കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നഖങ്ങൾ, അതുപോലെ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ രക്തങ്ങൾ, ഈ ആർത്തവ രക്തങ്ങളൊക്കെ, അതെല്ലാം സ്ത്രീകൾ പബ്ലിക്കിലിടരുത്. അതൊക്കെ മറമണം, കത്തിച്ചു കളയണം. കാരണം ശൈത്താന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പാമ്പുകളാണ്. ഇവര് ചില വീടുകളിൽ കാണുന്നുണ്ടല്ലോ, സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ മാത്രം പാമ്പ്, സ്ത്രീകൾ പോയാൽ പാമ്പില്ല. ചില വീടുകളിൽ ഒരു ശല്യാണത്. സ്ത്രീകൾ അടുക്കള നിൽക്കുമ്പോൾ മാത്രം ചേര. പഴയ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു, ഈ ഓടിട്ട വീടും ഇതൊക്കെ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല. മനുഷ്യന്റെ ഇത്തരം കാര്യങ്ങൾ, അവന്റെ അവയവങ്ങളിൽ നിന്ന് നഖത്തിന്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ ഈ ജിന്നുകൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും ഇവനൊരു പണി കൊടുക്കാം. അല്ലെങ്കിൽ അതിന് മാരണപ്പണിക്കാരായ ആളുകളുണ്ടെങ്കിൽ അവരത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഒഴിവാക്കിയ ഈ നഖത്തിന്റെ ചീടുകൾ അല്ലെങ്കിൽ മുടികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് അവര് കുതന്ത്രങ്ങൾ ചെയ്യുന്നതാണ്. അതിന്റെ ഷർറ് നമ്മൾ ഏൽക്കേണ്ടി വരും. അതാണ് ഇതിന്റെ തത്വം എന്ന് ചില ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ആർത്തവ രക്തം ഉള്ള ആ പഞ്ഞി അല്ലെങ്കിൽ ആ ശീലകഷ്ണം അത് പുറത്തേക്ക് കാണുമ്പോൾ ശൈത്താന്മാർക്ക് ആ സ്ത്രീയെ ഒന്ന് കിട്ടിയാൽ തിരക്കടില്ല എന്ന് തോന്നിപ്പോകുന്ന, നമ്മൾ അത്തർ പൂശുന്നത് പോലെയാണ് ശൈത്താന്മാരെ സംബന്ധിച്ചിടത്തോളം വൃത്തികെട്ട രക്തങ്ങളുടെ വാസനകൾ. എത്ര കണ്ട് അത് വൃത്തികേടാകുന്നു അത്ര കണ്ട് അവരുടെ സുഗന്ധം കൂടുന്ന. കാരണം അങ്ങനെയാണല്ലോ, നല്ലതിനെതിരാണല്ലോ ശൈത്താൻ. എനിക്ക് താമസിക്കാൻ വീട് വേണമെന്ന് അള്ളാഹുവിനോട് ശൈത്താൻ പരാതി പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, അനക്കും എൻ്റെ കുട്ടികൾക്കും താമസിക്കാൻ വീടാണ്, ജനങ്ങൾ മൂത്രിക്കുന്ന കക്കൂസും അതുപോലെ ടോയ്ലറ്റുമല്ല. അതുകൊണ്ടാണ് അവിടത്തേക്ക് നമ്മൾ കയറുമ്പോൾ ആൺപിശാചിനെപ്പെട്ടും പെൺപിശാചിനെപ്പെട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറയുന്ന സുന്നത്തായത് എനിക്ക് താമസിക്കാൻ വീട് വേണം എന്ന് പിശാച് അള്ളാഹുവിനോട് പരാതിപ്പെട്ടപ്പോൾ ജനങ്ങൾ ഒന്നും രണ്ടും നിർവഹിക്കുന്ന ടോയ്ലറ്റുകളും അതുപോലെ തന്നെ ബാത്റൂമുകളും നിനക്ക് വീടാക്കി നിശ്ചയിച്ചു തന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് അത് പിശാചിന്റെ മൗവയാണ്. അവിടത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ദിക്ർ ചൊല്ലണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ മുടിയോ നഖമോ നമ്മൾ മറവ് ചെയ്ത് അത് ഇല്ലായ്മ ചെയ്യണം. അത് പബ്ലിക്കിലിട്ടാൽ വേറെയും കാരണമുണ്ട്. ഇപ്പൊ നഖം എന്ന് പറയുന്നത് ഒരു ഉറുമ്പാണ് അത് കഴിക്കുന്നതെന്ന് കൂട്ടിക്കൊള്ളി. ശരി, മനുഷ്യന്റെ നഖത്തിന്
എന്ത് അവയവമായാലും ശരി മറ്റു ജീവികൾക്ക് വലിയ ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി മനുഷ്യന്റെ ഇറച്ചിയാണ്. തിന്നുകൊണ്ട് പറയല്ല, പഠനത്തിൽ നിന്ന് പറയാണ്. ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി മനുഷ്യന്റെ ഇറച്ചിയാണ്. അപ്പൊ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും അത് ജീവികൾ കഴിക്കും. അപ്പൊ ഉറുമ്പ് നഖം കഴിക്കുമ്പോൾ അത് ദഹിക്കൂല. അപ്പൊ ഈ ഉറുമ്പ് ഇങ്ങനെ ശപിക്കും, പണ്ടാറടുത്ത് തിന്നും പോയി ഇതാ ആരുടേതാണ് അവൻ എന്നിങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനൊന്നും കാരണമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നഖങ്ങൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിക്കളയണം എന്ന്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും അവിടത്താണ്. അതുകൊണ്ട് അവരുടെ മുടികൾ, അത് ഏത് ഭാഗത്തുള്ള മുടിയായാലും ശരി, നീക്കം ചെയ്താൽ പുറത്തു കാണാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ മുടി താടിയായാലും ഈ മീശയായാലും മറ്റായാലും ശരി, അതെല്ലാം നമ്മൾ മറവ് ചെയ്യണം. അതൊന്നും പബ്ലിക്കിലിടരുത്. ചില ആളുകൾക്ക് തീരെ സംസ്കാരം ഉണ്ടാവില്ല. വീടുകളിലൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും നമ്മളതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെള്ളിയാഴ്ചയാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും അണിഞ്ഞ് ഒരുങ്ങി ജുമാക്ക് വരും സുന്നത്താണെന്ന് മഹാന്മാരായ ഫഖഹാവ് പറയുന്നു.